സനൂവേ i20 ആസ്ത ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും കൂടിയത് ആസ്ത 120 കിലോമീറ്റർ 125 കിലോമീറ്റർ 2012 സിംഗിൾ ഓണർ വെറും 58,000 കിലോമീറ്റർ ഓടിയ LXi ഡിസയറാണ് പെട്രോള്. സെലീരിയോ 2018 ZXi ഓട്ടോമാറ്റിക്. സെലീരിയോ 2018 ZXi ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 170 ഓടിയിട്ടുണ്ട്. ബൊലീനോ ആൽഫ ഏറ്റവും കൂടിയ വണ്ടി. ഏത് വർഷം? 2018 പെട്രോള്. തേർഡ് ഓണർ 55,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈഞ്ചവളയുടെ വീട് അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവർക്കൊക്കെ കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെയും കൂടിയൊക്കെ വീഡിയോസ് കാണും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുടെ വീഡിയോ ഇടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നില്ല എന്നെനിക്കൊരു പരാതിയുണ്ട്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ നാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് തരുമ്പോൾ നിങ്ങളത് കാണണ്ടേ. പിന്നെ എന്തൊരു സഹകരണം വേണ്ടി. ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് വേണ്ട ഈഞ്ചോളയിൽ വന്നിട്ടുണ്ട്. തട്ടുപാലത്തുള്ള നമ്മളെ കല്ലമ്പലം തിരുവനന്തപുരം ജില്ലയിലുള്ള കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തട്ടുപാലം, പ്രോപ്പർ തട്ടുപാലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ഈഞ്ചോള സലീമിക്കയുടെ അടുത്ത് വന്നിട്ടുണ്ട്. വണ്ടികൾ കിട്ടണം ഒരു പ്രധാന കാരണമാണ്. നിങ്ങൾ ഈ കിടന്ന് വെപ്രാളം കാണിച്ചിട്ട് കാര്യമുണ്ട്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സ്പോട്ടിൽ തന്നെ വണ്ടികൾ പോന്ന്. അപ്പോൾ സ്റ്റോക്കായിട്ടൊരു 10-15 വണ്ടി വന്നാലല്ലേ അവർക്ക് നമ്മളെ വിളിക്കാൻ പറ്റുമോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഇല്ലാതാവുന്നതാണ്, അല്ല വേറൊന്നുമല്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഇനിയൊരു മാസം ഗ്യാപ്പ് തരണേ, എന്നെ ഇട്ട് വലച്ചളയരുത്. നിങ്ങൾ വേറെ ഏതൊരാളുടെ ഇട്ടാലും ഇങ്ങനെ തന്നെ കമൻറ്റ് പറയാമെന്ന് തുടങ്ങിയാൽ പിന്നെ അത് കഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ബാക്കിയുള്ളവരെയും കൂടിയൊക്കെ നിങ്ങൾ കാണണോടെ പ്ലീസറേ. പിന്നെ ഈഞ്ചോള ആടക്കള് ഈ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും അത്യാവശ്യം പ്രൈസ് കൂട്ടി എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പൈസയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ റിഡക്ഷൻ ചെയ്തൊക്കെയാണ് ഇത്തവണത്തെ വീഡിയോയിൽ വില പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയാവുന്ന നല്ലൊരു വിലയായിരിക്കും. തുച്ഛമായ വിലയ്ക്ക് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. ഇതൊക്കെ ഓണാശംസകൾ. എങ്ങനെയുണ്ട് ഓണം കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? ഉണ്ട്. ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ വിളിക്കാതെ. ഇപ്പൊ ഞാൻ വന്നപ്പോൾ നിങ്ങളെ സ്റ്റാഫ് പറഞ്ഞു കേട്ട്, കാരണം വരുന്നു പോന്നു അങ്ങനെ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇത് കാണുന്ന ജനങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഏത് ഷോപ്പിന്റെ വീഡിയോ ഇട്ടാലും ഈഞ്ചോളയുടെ അത് ആരും ഇത് മനഃപൂർവ്വം ഇരുന്ന് ചെയ്യുന്നതാണോ? സ്റ്റോക്ക് ആവുന്നില്ല കേട്ടോ, വരുന്ന അപ്പോഴെപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇന്നലെ മെനയാന്നായിട്ട് വന്ന വണ്ടികളാണ് കൂടുതലും. പഴയ വീഡിയോയിലുള്ള 1-2 അപൂർവം വണ്ടികളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അത്യാവശ്യം പ്രൈസ് കൂടുതലായിരുന്നു. സ്വഭാവം മാറുന്ന ഒരുപാട് കച്ചവടമൊക്കെ ആയപ്പോഴെന്നൊക്കെ. അതെ, അവർക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ലേ. ഇപ്പൊ വില കൂടുന്നെന്ന് പറഞ്ഞ് അവരൊക്കെ അപ്പുറത്തെ കടയിൽ കണ്ടിട്ട് വന്നാണ് ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. അപ്പൊ ഈ ആ വണ്ടിയൊന്നും ഇവിടെ കിടപ്പില്ലല്ലോ, അവർ കൂടുതലെന്ന് പറഞ്ഞ വണ്ടികളങ്ങനെ അവിടെ കിടപ്പില്ല. അത് അവർക്ക് അറിവ് കേടുകൊണ്ട് പറയുന്നതാണ്. ഇപ്പൊ ഇന്നലെ തന്നെ 2005 വണ്ടി 85 രൂപയ്ക്കും കൊടുത്ത്, 2000 LXi വണ്ടി ഇന്നലെ കൊടുത്ത കാര്യമാണ്. 2010 വണ്ടി 80 രൂപയ്ക്കും കൊടുത്ത് LXi. അത് അപ്പം എന്താ അതിനെന്ത് പറയുമോ അവർ? 2010 LXi വണ്ടി റീടെസ്റ്റ് കഴിഞ്ഞ ഫ്രഷ് വണ്ടി 85 രൂപയ്ക്കും കൊടുത്ത്, 2005 LXi വണ്ടി 80 രൂപയ്ക്കും കൊടുത്ത്, 2005 85 രൂപയ്ക്കും കൊടുത്തു. അതിനൊക്കെ എന്താ പറയുക? അതൊന്നും നമുക്ക് ഉത്തരവില്ലാത്ത ചോദ്യമില്ല. അവർക്ക് എങ്ങനെ അറിയാം വില ഏതാണെന്ന്, വില കൂടുതലാണെന്ന്? നമ്മൾ എത്രയോ വർഷം കൊണ്ട് ചെയ്യുന്ന അനുഭവ പരിചയം വെച്ചാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പൊ മോൻ അവിടെ നിന്ന് പറയുന്നത് കേട്ട് പാപ്പ അത്യാവശ്യം നല്ല റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിലയുടെ കാര്യം. അല്ല, വില ഞാൻ ഏറ്റവും കുറച്ച് ഇടാനാണ് പറഞ്ഞത്. അവനാണ് ഇപ്പൊ ലിസ്റ്റ് തയ്യാറാക്കി സനൂപിന്റെ അടുത്ത് വെച്ചല്ലേ ഞാൻ ചോദിച്ചത്. ഒരുപാട് കച്ചവടങ്ങൾ. എന്റെ ഓഫർ എന്നും, എനിക്ക് ഓണത്തിന് മാത്രം പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. എന്നും എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി കുറച്ച് തന്നെയാണ് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഈ ഓഫറും ഓണ ഓഫറും എല്ലാം. എന്നത്തെ ഓഫർ അതായിരിക്കും. ഞാൻ എൻ്റെ പരമാവധി ലാഭത്തിൽ കുറച്ച് കൊടുക്കും. അതുപോലെ തന്നെ അറിയാത്ത മനുഷ്യർക്ക് വന്ന് എൻ്റെ ഒന്ന് വിശ്വസിച്ചെടുക്കാം. ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. മെക്കാനിക്കിനെ കൊണ്ടൊന്ന് കാണിക്കാനുള്ളവർ അങ്ങനെ എടുക്കണം. എന്താ പറയുന്നത്, ഈ ആൾക്കാർക്ക് വണ്ടി എടുക്കാൻ ഈ ഒരു വിഷമമുള്ളവരുണ്ട്, ഈ എന്നെ പറ്റിക്കുമെന്നുള്ള. അങ്ങനെയൊന്നും ആരും പറ്റിച്ചായിട്ടൊന്നും കമൻ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്ര തന്നെയാണ് വിശ്വാസം, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞോ? തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കഴിഞ്ഞാണ് കല്ലമ്പലം. കല്ലമ്പലം കഴിഞ്ഞ് 1 കിലോമീറ്റർ കൊല്ലം റൂട്ടിൽ, 1 കിലോമീറ്റർ തട്ടുപാലത്ത്. കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് പാരിപ്പള്ളി കഴിഞ്ഞ് 4 കിലോമീറ്റർ. ചടയമംഗലം തിരിഞ്ഞ് വരുന്നവർക്ക് പള്ളിക്കൽ കഴിഞ്ഞ് തട്ടുപാലം ഹൈവേയിൽ ടച്ച് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പം നമുക്ക് ഓണം വീഡിയോ അങ്ങോട്ട് തുടങ്ങാം.
അതെ 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 2009 സ്വിഫ്റ്റ് VXi 2009 സ്വിഫ്റ്റ് VXi. ഓണർഷിപ്പ് ഞാൻ നോക്കി പറയാം. പറഞ്ഞോ. സ്വിഫ്റ്റ് അല്ല, സ്വിഫ്റ്റ് ഡിസയറാണ് കേട്ടോ. 2009 സ്വിഫ്റ്റ് ഡിസയർ VXi 144 കിലോമീറ്റർ 130 വില. ചെറിയൊരു ആൻഡ്രോയിഡും വെച്ചിട്ടുണ്ട്, ആംബിയൻസ് ലൈൻസ് വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവർ, വലിയ പാച്ച് വർക്കൊന്നുമില്ല. ബോണറ്റിനകത്ത് കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നത്, അത് കാരണം കൊണ്ട് ആരും കണ്ടാൽ ഇഷ്ടപ്പെടാത്തത്. ആ ഒരൊറ്റ കംപ്ലൈൻറ്റുകൾ. എഞ്ചിനും ഗിയർ ബോക്സും ഗ്യാരണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. ടയറുകളൊക്കെ അത്യാവശ്യം കൊള്ളാം. എത്ര ചോദ്യം? അത് 130 കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2009. അപ്പോൾ ഇനി 2029 വരെയുണ്ട്. 29. അത്യാവശ്യം ചെറിയ വിലയ്ക്കുള്ള നല്ല വണ്ടികൾ. 2012 സിംഗിൾ ഓണർ, വെറും 58,000 കിലോമീറ്റർ ഓടിയ LXi ഡിസയറാണ്. പെട്രോള് LXi ഡിസയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും അകവും പുറവും. ഒരു വ്യത്യാസവും ഇല്ലാത്ത വണ്ടി. 1 വർഷത്തിലധികം റീടെസ്റ്റിനുണ്ട്. അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാണ് റീടെസ്റ്റ് വരുന്നത്. അതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തത് സനൂപ്. ഇതുപോലെയൊക്കെ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പറ്റും. വണ്ടി കാണാനൊക്കെ അത്ര ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടി. ആ ഡോർ പാഡെല്ലാം ഡാഷ്ബോർഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. വെറും 58,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. വില 2.25 രൂപയാണ് ഇതിൻ്റെ ഫൈനൽ വില. 2.25. പുതിയ വണ്ടി എങ്ങനെ ഇരിക്കുന്നു അത് കണക്കിരിക്കും വണ്ടി. ഹൈ ക്വാളിറ്റി ലുക്കുള്ള ഏറ്റവും നല്ല വണ്ടി. വേറെ പറയാൻ അപാകതകൾ ഒന്നുമില്ല സനൂപ്. ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. എന്ത് അപാകത പറഞ്ഞാലും അതിന് കുറച്ച് കൊടുക്കും. കളർ ഫെയ്ഡ് ഒന്നുമില്ല. നല്ല സൂക്ഷിച്ചിട്ടിരുന്ന വണ്ടി. 2007 LXi അൾട്ടോ. ഓണർഷിപ്പ് എത്രയാ? 4 ആയിരിക്കും. 4. വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കും. 113 കിലോമീറ്റർ ഓടി. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഒരു അപാകതയില്ല. എന്തോ ചെറിയ അത് നമുക്ക് ബോണറ്റ് തുറന്നൊന്ന് കാണിച്ചു കൊടുക്കാം. തട്ടുമുട്ടൊന്നുമില്ല. പക്ഷെ ഓടിക്കാനും നല്ല വണ്ടി. അത്യാവശ്യം ടയർ മോശമുണ്ട്. നമുക്ക് 65 രൂപ വിലയ്ക്ക് LXi വണ്ടി കൊടുക്കാം. നല്ല AC ഒക്കെ, നല്ല ഹൈ കൂളിങ്, കാണാൻ നല്ല രസമുണ്ട്. ബോണറ്റിനകത്ത് ചെറിയ എന്തോ ഒരു വ്യത്യാസം കണക്ക് തോന്നിക്കുന്നു. AC പവർ സ്റ്റിയറിംഗ് ഉള്ള 2007, 1 വർഷവും ചില്ലറ നാളും റീടെസ്റ്റിനുണ്ട്. 65 രൂപയ്ക്ക് 2007 LXi കൊടുക്കാം. ഇത് ഒന്ന് ആ ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയ പുട്ടി ഇട്ടതുപോലെ തോന്നും. എന്നാലും ഒരു കുഴപ്പമില്ല. പാച്ചോർക്ക ഒന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് എഞ്ചിനും ഗിയറും ഒക്കെ ഗ്യാരണ്ടി ആയിരിക്കും. പാച്ചോർക്കില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ അവിടെ ഇത്തിരി പുട്ടിയിട്ടതുപോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അത് വലിയ ഇടിയൊന്നും ഇടിച്ചല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് അങ്ങനെ കാണിച്ചു തന്നത്. 60,000 വണ്ടിയല്ല, 65,000 രൂപയ്ക്ക് കൊടുക്കുക. LXi വണ്ടി. സനൂപ് i20 ആസ്ത ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും കൂടിയത് ആസ്ത. 120 കിലോമീറ്റർ, 125 കിലോമീറ്റർ. പെട്രോൾ ഡീസൽ വണ്ടി. പിന്നെ മെക്കാനിക്കല് പണി എല്ലാം തീർത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. നിലവിൽ ഒരു പണിയില്ല. നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ട്. സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ. ടയേഴ്സ്, ബാക്ക് ടയർ അത്രയ്ക്ക് ഇല്ലല്ലോ. പെയിൻറ്റിങ് ടയർ ബാക്കിൽ മോശമുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം 60% ഉണ്ട്. ഓഫർ പ്രൈസിൽ 220 കൊടുക്കാൻ പറ്റും കേട്ടോ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല സ്ക്രാച്ചസ് എല്ലാം മാറ്റി മെക്കാനിക്കൽ പണി എല്ലാം ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. 1 വർഷത്തിനകത്തുണ്ട് റീടെസ്റ്റിന്. ഏറ്റവും കൂടിയ വണ്ടി 220 കൊടുക്കുക. എല്ലാവരും 2.25 കൊടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. i20 ആസ്ത. പുതിയ റീടെസ്റ്റ് കഴിഞ്ഞ 2010 വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ്. ടയേഴ്സ് കൊള്ളാം. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? 85,000 കിലോമീറ്റർ. 85. ജെന്യൂനാ? അതെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. ബാക്ക് ടയർ ആവറേജ്. ഓരോ വണ്ടി കാണാൻ ഒരു ആവറേജ് കണ്ടീഷൻ. ഇതിൻ്റെ മുകളിൽ പെയിന്റ് കളവുന്നുണ്ട് അല്ലേ? അത് സ്പോയിലറിൽ മാത്രം.
മറ്റേടത്തില്ല സ്പോയിലർ. എത്ര ചോദ്യം? 95 രൂപ. 95. സ്വിഫ്റ്റ് 2013 കൊണ്ടുവന്നിട്ടതേ ഉള്ളൂ. സർവീസ് ഒന്നും ചെയ്തിട്ടില്ല, പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി, 95,000 കിലോമീറ്റർ ഓടിയ VXI പെട്രോൾ വണ്ടി, ഫസ്റ്റ് ഓണറാണ്. സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടിക്കകം കാണുമ്പം വൃത്തിയില്ലായ്മ തോന്നുവാണെങ്കിൽ അത് കഴിവാത്തതും വൃത്തിയാക്കാത്തതും കൊണ്ടാണ്. വണ്ടി നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള, സസ്പെൻഷന് കിടുക്കോ അല്ലെങ്കിൽ മറ്റ് കിടുക്കങ്ങളോ എഞ്ചിനും ഗിയർ ബോക്സൂടെ ഗ്യാരണ്ടി ആയിരിക്കും. മറ്റ് വേറെ വിഷയങ്ങളൊന്നുമില്ലാത്ത ടയറെല്ലാം നല്ല. ടയർ ഫ്രണ്ടിലൊന്നും അത്ര ക്ലിയർ അല്ല കേട്ടാ സനീപേ, ടയറത്തിൽ കുറവുണ്ട്. പക്ഷേ അതിൻ്റെ 3 രൂപയ്ക്ക് നമുക്ക് സിംഗിൾ ഓണർ വണ്ടി 90,000 കിലോമീറ്റർ ഓടിയ 3 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ടയർ അത്ര മെച്ചമല്ല, എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിലാണ് കുറവുള്ളത് അല്ലേ? ഈ സൈഡ് ഉണ്ട്, ബാക്ക് ഇവിടെ ഉണ്ട്. ആ ഭാഗത്താണ് കുറവുള്ളത്. ഓക്കെ, ഇത് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 3 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. പോളീഷൊക്കെ ചെയ്ത് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ പോളീഷൊക്കെ ചെയ്തെടുത്താൽ വണ്ടിക്ക് ഗ്ലൈസിങ് വരും. വെള്ള വണ്ടി. വേറെ ബൊലീനോ ആൽഫ ഏറ്റവും കൂടിയ വണ്ടി. ഏത് വർഷം? 2018 പെട്രോള്. തേർഡ് ഓണർ, 55,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഒരു പ്രത്യേക കിറ്റൊക്കെ കയറ്റിയിട്ടുള്ള വണ്ടിയാണ് ഫുള്ള്. അതാണ്ട് ഇവിടെ എല്ലാം ലൈറ്റാണ്. ഇതെല്ലാം ഇങ്ങനെ ലൈറ്റ് വരും എല്ലായിടത്തും, 4 ഡോറിലും ആ ഡാഷ്ബോർഡിൽ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് തേർഡാണ്. കിലോമീറ്റർ ജെന്യൂൻ തന്നെ അല്ലേ? അതെ അതെ, പിന്നെ ജെന്യൂൻ കിലോമീറ്റർ. നല്ല പുതിയ വണ്ടി ഓടിക്കുന്നത്. അതേ 5.35 വില. ഇതൊക്കെ ലോൺ കയറുന്ന വണ്ടികളല്ലേ? പിന്നെ ഇവിടെ ടോപ്പ് ബ്ലാക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഒട്ടിച്ചിരിക്കുന്ന വണ്ടി ബോഡിയൊക്കെ കണ്ടിട്ടൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നുമില്ല, കളർ പുതുപുത്ത വണ്ടിയാണൊക്കെ ഇരിക്കും, ഓടിക്കാനും കാണാനും എല്ലാം. പ്രത്യേക കിറ്റ് കയറ്റിയിട്ടുണ്ട്. 55 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, ആൽഫ, 5.35 വില. 2016 സെക്കൻഡ് ഓണർ, 75 കിലോമീറ്റർ, 800 cc RXT. കിലോമീറ്റർ എത്ര? 78 കിലോമീറ്റർ. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ട്. 1.85 വില. 1.85? അതെ അതെ. സിൽക്കാറായിട്ട് വന്നിട്ടില്ല, പക്ഷേ വണ്ടി അകമൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ല വണ്ടി. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് ലോൺ കിട്ടുമല്ലോ ഈ വണ്ടിക്കൊക്കെ? ഈ വണ്ടിക്ക് ലോൺ കിട്ടുമല്ലോ? പിന്നെ ലോൺ. ഓക്കെ, ബോഡിയൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പറയാനാണെങ്കിൽ ഇവിടെ മാത്രം എന്തോ ഒരു ഇത്, അല്ല വേറെ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. 2020 കിഡ് ഓട്ടോമാറ്റിക് RXT ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഓട്ടോമാറ്റിക്കാണ്. അതെ അതെ. ഇത് മൈലേജ് ഒരു 18-20 ആ മൈലേജ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വണ്ടിയും ഗ്യാരണ്ടി പറയാറില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മൈലേജ് ഒന്നും ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അതൊക്കെ കമ്പനിയുടെ സൈറ്റൊക്കെ സന്ദർശിച്ച് മൈലേജൊക്കെ നോക്കിക്കൊള്ളണം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കാണ്. 50,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, RXT വണ്ടി, 3.4 വില. എത്ര? 3.4 വില. 2020 സെലീരിയോ 2018 ZXi ഓട്ടോമാറ്റിക്. സെലീരിയോ 2018 ZXi ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 170 ഓടിയിട്ടുണ്ട്. പുത്തൻ ടയറാണോ? പുത്തൻ ടയർ സ്വപ്പം വേണ്ടേ. ഇതിനനുസരിച്ച് വില കുറവുണ്ട്. 3.4 ലക്ഷം രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക് സെലീരിയോ കൊടുക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും കുറഞ്ഞ വില 4.5 രൂപയാണ്. ഇത് 170 ഓടിയ സിംഗിൾ ഓണർ വണ്ടി, റെഗുലർ കമ്പനി സർവീസ്, അലോയ്സ്. ഏറ്റവും കൂടി ZXi വണ്ടി കേട്ടോ. ഓടിയെന്ന് വിചാരിച്ച് ഈ വണ്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ബോണറ്റിലെ ഒരു ചെറിയ ഡെന്റ് ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്കണേ സനൂപേ. വേറെ യാതൊരുവിധ കുഴപ്പങ്ങളോ പെയിൻറ് ഇതുവരെ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബമ്പറിലൊഴികെ വണ്ടിയുടെ വേറൊരു ഭാഗത്തും പെയിൻറ് ടച്ച് ചെയ്തിട്ടില്ല. ഈ ബമ്പറിലെ അല്ല, ഈ ബോണറ്റിൽ ഒരു ചെറിയൊരു ഡെന്റ് ഇവിടെ കാണിക്കുന്നു, അതൊന്ന് കാണിച്ചു കൊടുക്കണേ. വരുന്നത് അത് മാത്രമേ ഒരു അപാകതയായിട്ടുള്ളൂ. വേറെ നല്ല ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ രീതിയിൽ ഇരിക്കുക.
3,4 രൂപയ്ക്ക് 2018 ZXi സിംഗിൾ ഓണർ 1,70,000 കിലോമീറ്റർ ഓടിയ സെലീരിയോ കൊടുക്കാം. എഞ്ചിനും ഗിയർ ബോക്സും എക്സ്ട്രാ ഗ്യാരണ്ടി ആയിരിക്കും. നല്ലോണം ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് സെലീരിയോ 2017 ZXi സിംഗിൾ ഓണർ വണ്ടി. 2 സിംഗിൾ ഓണറാണ്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 72,000 കിലോമീറ്ററും സിംഗിൾ ഓണർ ZXi പെട്രോൾ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക്കാണ്. AMG ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടും. ഈ 1.75 ഓടിയതും 70 ഓടിയതും കണ്ടാൽ ഏതാണ് നല്ല വണ്ടിയെന്ന് ചോദിച്ചാൽ ആ 1.70 ഓടിയതാണ് അല്ലേ. ഒറ്റയടിക്ക് കാണാനും ഓടിക്കാനും ഒക്കെ രണ്ടും ഒരേ കണക്കെന്ന് പറഞ്ഞാൽ റെഗുലർ കമ്പനി സർവീസുള്ള വണ്ടികളെല്ലാം ഒരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. നല്ലൊരു ഈ വണ്ടിയൊക്കെ എല്ലാം എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ ഗ്യാരണ്ടി ആയിരിക്കും. ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിലും എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് ഇങ്ങനെയും വന്ന് എടുക്കാം. അത് ഗ്യാരണ്ടി ആയിരിക്കും. വേറെ ഒരു അപാകതയില്ലാത്ത ഈ 2 വണ്ടികളും തട്ടോ മുട്ടോ റീപ്ലേസ് ഒന്നും ഉള്ളതല്ല. വില 375 ഇതിൻ്റെ വില. ഒരു ചണക്കുണ്ടല്ലേ കേട്ടാ. ചെറിയൊരു ഓക്കെ. ഇതിൻ്റെയും വില എത്രയാ? ഇത് 375 വില. 375. ഇതിന് ടയേഴ്സൊക്കെ അത്യാവശ്യമാണ്. ഇത് അലോയ് വീൽസ് അല്ല. വാഗണർ ഓട്ടോമാറ്റിക് 2017 വാഗണർ ഓട്ടോമാറ്റിക് 2017. ഓണർഷിപ്പ് 3ാമത്തെ ഓണറാണെങ്കിൽ 37,000 കിലോമീറ്ററും കറക്റ്റ് കമ്പനി സർവീസിലും പോണ വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഇപ്പോൾ വെറുതെ ഈ ആൾക്കാർ ഓണർഷിപ്പ് മാറുന്നുണ്ട്. ടയറൊക്കെ കൊള്ളാം. എന്തെങ്കിലും ആക്സിഡൻറ്റ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സാധനം റീപ്ലേസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് തരണമെങ്കിൽ തന്നെ ഒരു ആവശ്യമില്ലാതെ ഒരു ഓണർഷിപ്പൂടെ അവർ മാറുന്നു. അങ്ങനെയൊന്നും കാര്യമില്ല. പഴയ ടയറുകളെല്ലാം അത്യാവശ്യം കൊള്ളാം. ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. സിൽവർ കളറ് 2017 VXi ഓട്ടോമാറ്റിക് 37,000 കിലോമീറ്റർ 385 വില. 385. ഇതൊക്കെ ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? പറ്റും. 2009 അൾട്ടോ LXi ആണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വരുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ബ്ലാക്ക് കളറാണ്. ഏത് ബമ്പറിൻ്റെ അതാണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ ചെറിയ ഒരു ബമ്പറിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ചെറിയ പാച്ച് വർക്ക്. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. 10,000-35,000 രൂപയ്ക്ക് ഇപ്പം പണിതിട്ടുണ്ട്. ക്ലച്ച് മാറി അത് മാറി ഇത് മാറി. അപ്പം മെക്കാനിക്കാണ്. ഓക്കെ. എന്ത് ഓടിയത് ഏടാ? ഓടിയതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നോക്കട്ടെ. അത് 1.8 ഓടി. 1.8. വണ്ടിക്കകം കൊള്ളാം കേട്ടോ. വൃത്തിയായിട്ടായിരിക്കുന്നത്. ബമ്പറിൽ കണ്ട ആ ഒരു ഇതേ ഉള്ളൂ. വണ്ടിക്കകം ഓക്കെയാണ്. 2009 വണ്ടി 95 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളുണ്ട്? 2029 വരെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. എക്സ്ട്രാ പറയണം. നല്ല വണ്ടിയാണ്. 95 രൂപയ്ക്ക് കൊടുക്കാം. കുഴപ്പമില്ല. വേറെ കളർ ഫേഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആ ബമ്പറിൻ്റെ ഭാഗത്തുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെയുള്ളതൊന്നും കണ്ടിട്ടില്ല. അൾട്ടോ കേട്ടൻ VXi സിംഗിൾ ഓണർ വണ്ടി 99,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? 99,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് പെട്രോളാണ് കേട്ടോ. VXi നല്ല ക്വാളിറ്റി വണ്ടി. കമ്പനി സർവീസ് എല്ലാം ഉള്ള നല്ല വണ്ടി. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ടുണ്ട്. അതും പുറമൊക്കെ വൃത്തി തന്നെ. MS ധോണിയുടെ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ 2ാമത്തെ 3ാമത്തെ ആളിന് ഇന്നലെ CC വീണ്ടും ക്യാൻസലായി. അവരുടെ കുഴപ്പം കൊണ്ട്, അല്ലാതെ വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനെയാണ് ഇതിവിടെ കിടപ്പായി പോയത്. 265 കൊടുക്കാൻ പറ്റും കേട്ടോ. 2,65,000 രൂപ. 2008 i10 വണ്ടിയാണ്. i10 സ്പോർട്സ് വണ്ടി. പറയത്തക്ക ക്വാളിറ്റികളൊന്നും പറയാനില്ലാത്ത വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ ഓടിച്ചത് എന്തൊക്കെയോ ചെറിയ സൗണ്ടുകളോ അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ തേടി പാച്ച് വർക്കൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുന്ന വലിയ ക്വാളിറ്റി ഒന്നും പറയുന്നില്ല ഈ വണ്ടിയെക്കുറിച്ച്. എന്നാലും ഓടിച്ച് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. എഞ്ചിനും ഗിയറിനും എന്ത് വിഷയം വന്നാലും എന്നെ സമീപിക്കാം. എല്ലാത്തിനും കൊള്ളയൊക്കെ ചെയ്യാം. പക്ഷേ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഒരുപാട് പൈസ ഇറക്കാൻ നിൽക്കേണ്ട. എന്നാലും 3-4 രൂപ ചിലവാക്കി കേട്ടാ. എഞ്ചിനൊന്നും കുഴപ്പമില്ല. എന്തൊക്കെയോ ചെറിയ പാച്ച് വർക്കോ കിടുക്കോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. എത്ര ചോദ്യം? ഇത് നമുക്ക് 70 രൂപ ആയാലും കൊടുക്കാം. അത് അതിൻ്റെ ഫൈനൽ വിലയാണ് കേട്ടോ. എടുത്ത വിലയെക്കാട്ടി 5 രൂപ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് കയ്യിരിക്കുന്ന പൈസ 70 രൂപ ആയാലും കൊടുക്കാം.
പറ്റിയ വണ്ടിയാണ്. 2008 ഐറ്റൺ സ്പോർട്സ്. 4 ഡോറും പവർ വിൻഡോ ഇല്ലേ? ഉണ്ട് ഐറ്റൺ സ്പോർട്സ് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല വണ്ടി, കാണാൻ ഒരു കുഴപ്പമില്ല, ഓടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് ഒക്കെ വളയ്ക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട്, അതേ ഇതിൻ്റെ ഈ ഷോക്കിൻ്റെ മേലിലുള്ള ബെയറിങ് കംപ്ലൈൻ്റ് ആയ വെള്ളം കയറിയൊക്കെ ചീത്തയാകുമ്പോൾ വളയ്ക്കുന്ന സമയത്തൊരു സൗണ്ട് കേൾക്കും, അതാണ്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സനുവേ 2010 റീടെസ്റ്റ് കഴിഞ്ഞ സ്പാർക്ക് AC എന്തോ കംപ്ലൈൻ്റ് ആണ്, അറിയാൻ വയ്യ. പക്ഷേ വണ്ടി നല്ല വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് നോക്കട്ടെ, കിലോമീറ്റർ 4 കിലോമീറ്റർ 73,000. 73. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ചീത്തയായതൊക്കെ റീപ്ലേസ് ചെയ്തതാണ് പഴയ വണ്ടി എല്ലാത്തിലും. അതാണ് ചെയ്യും. അതെല്ലാ വണ്ടിയിലും, ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളിലും അങ്ങനെയാണ്. മേജർ ആക്സിഡൻ്റായ വണ്ടിയൊക്കെ ആക്സിഡൻ്റായ വണ്ടി എന്ന് പറയും, അല്ലാത്ത ഇത് അങ്ങനെ പറയും. ഓക്കെ, ഇത് എത്ര ചോദ്യം? 65 രൂപയ്ക്ക് കൊടുക്കാം. 65 2-3 ഉണ്ട്. 2010 2030-31 വരെ പേപ്പറുണ്ട്, 30 വരെ ആയിരിക്കും. സനുവേ 2014 എർട്ടിക VDI, 3rd ഓണർ, 96,000 കിലോമീറ്റർ. 96,000 കിലോമീറ്റർ, 3rd ഓണർ, നല്ല വണ്ടി, ക്ലീൻ വണ്ടി, ഡീസൽ വണ്ടിയാണ് കേട്ടോ, VDI വണ്ടി, ഡീസൽ. പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്ന മോഡൽ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരും. വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല വണ്ടി സനുവേ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? എർട്ടിക VDI ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. ബാക്ക് സൈഡൊക്കെ നല്ലോണം ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് കേട്ടോ. ചെറിയ അങ്കുഞ്ഞൊക്കെ ടച്ചും പോളിഷൊക്കെ ചെയ്തിട്ടുണ്ടാവും. 14 VDI വണ്ടി. ടയറൊക്കെ അത്യാവശ്യം 70% കൂടുതലുള്ള ടയർ. പിന്നെ ഹെഡ്ലൈറ്റ് നരച്ചിരിപ്പുണ്ട്, അത് പോളിഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി തരാൻ പറ്റും കേട്ടോ. എത്ര ചോദ്യം? ഇത് VDI എർട്ടിക, അത് 4,4 രൂപയ്ക്ക് കൊടുക്കും. ഏറ്റവും കുറഞ്ഞ വിലയാണ് കേട്ടോ. ഏത് വർഷമായിരുന്നു? 2014 VDI. 2014 VDI. സനുവേ, ഓണമായിട്ട് എല്ലാവർക്കും നല്ല വണ്ടി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല വണ്ടികൾ നോക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വില കൂടിയ വണ്ടികളും അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ടാണ് വില കൂടുതൽ വരുന്നത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം എടുക്കുന്നതല്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നത് എടുക്കുന്ന വിലയിൽ നിന്ന് ഏറ്റവും കുറച്ച് കൊടുക്കുക എന്നുള്ളതേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. ഞാൻ അത് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നവരെ പരാതികളുള്ളവരെന്നെ അറിയിക്കണം, അറിയിക്കാതിരിക്കരുത്. ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളിതിൽ ഇട്ട് എന്നെ എന്താ പറയുന്നത്, ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങളതിന് മറ്റ് എൻ്റെ ചാനലിലിടെ മറ്റൊക്കെ ചെയ്യാവൂ. ഇതുവരെ ആർക്കും പരിഹരിക്കാതിരുന്നിട്ടില്ല, എല്ലാവർക്കും നല്ലതേ ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കിടക്കുന്നതെല്ലാം അത്യാവശ്യം നല്ല വണ്ടികളാണ് എന്ന് വെച്ച് ഈ മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാത്തിലും വരുമെന്നല്ലാതെ വേറെ ഒന്നും സാധാരണ ആർക്കും വന്നായിട്ടൊന്നും വലിയ ചരിത്രമൊന്നുമില്ല. പിന്നെ കൂടിയ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ചെറിയ ABS-ൻ്റെ കംപ്ലയിൻറ്റോ അതുപോലെയുള്ളതൊക്കെ ഒരാൾ ഇതുപോലെ, ഞാൻ പറയാൻ കാര്യം അങ്ങനെ ABS-ൻ്റെ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ്, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പഴയ വണ്ടികളൊക്കെ അങ്ങനെയൊക്കെ വരും, അതൊക്കെ സ്വയം ശരിയാക്കി എടുക്കണം. പിന്നെ വേറെ എന്താ പറയുന്ന, വലിയ ഏത് കംപ്ലയിൻറ്റിനും ഞാൻ ഗ്യാരൻറ്റിയാണ്. എഞ്ചിനും ഗിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റിന് ഞാൻ ഗ്യാരൻറ്റിയാണ്. അത് അങ്ങനെ വന്നാൽ എന്നെ വിളിക്കണം, ഞാൻ പരിഹരിച്ച് തരും. ഇപ്പം ആരും കൂടെ വരാനൊന്നും ഇല്ലാത്തവർക്ക്, ബ്രോക്കർമാരോ അല്ലെങ്കിൽ സ്വന്തക്കാരൊന്നും വണ്ടിയെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവർ കൂടെ ഇല്ലാത്തവർക്ക് ഞാൻ എൻ്റെ ഗ്യാരൻറ്റിയിൽ കൊടുക്കും. അല്ലാത്തവർ ഇതുപോലെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓണാശംസകൾ എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം தெரிஞ்சுകൊണ്ട് ഇഞ്ചോള. അപ്പം ഇഞ്ചോളയിൽ നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന വണ്ടികൾ അത്യാവശ്യം മോഡലുള്ള വണ്ടികളുണ്ട്, പഴയ വണ്ടികളുമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഓണത്തിന് നിങ്ങൾക്ക് ഇഞ്ചോളയിൽ നിന്നും നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.